അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ നമ്മുടെ ആവേശകരമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മത്സരം ഇന്നും തുടരും. പിന്നെ ഔസേപ്പച്ചൻ സാർ പറഞ്ഞിരുന്നു മത്സര ബുദ്ധിയോട് കൂടിയിട്ടല്ല, എല്ലാരും മനസ്സറിഞ്ഞു പാടാം. മനസ്സറിഞ്ഞു പാടുന്ന മാത്രമല്ല നമ്മുടെ ബെസ്റ്റ് കൊടുത്ത് പാടുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വാശിയേറിയ സംഗീത പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് തുടരാം അല്ലേ? തുടരാം. അപ്പോ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. രഞ്ജന ചേച്ചി, ഔസേപ്പച്ചൻ സാർ, പിന്നെ ചേച്ചി, ഹലോ, വെൽക്കം. അല്ല ചുമ്മാ കൈ നിട്ടതാ. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ടസ്റ്റൻസ് മത്സരിക്കാൻ റെഡി അല്ലേ? റെഡി. അപ്പൊ ഇനി നമ്മൾ എന്തായാലും നെക്സ്റ്റ് കണ്ടസ്റ്റന്റിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടി പോവാണ്. സീറ്റ് നമ്പർ 5. സീറ്റ് നമ്പർ 5 നമ്മുടെ വിന്റേജ് വൈബ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് എത്തുന്നു ഭാഗ്യലക്ഷ്മി.
ഗുഡ് ഗുഡ്. ഗുഡ് ഗുഡ് ഗുഡ്. തുടക്കത്തില് ചെറുതായിട്ട് ഒരു ചെറിയ ടെൻഷനായി പോയോ? ടെൻഷനായിട്ടാ? ടെൻഷനായതാ. കുഴപ്പമില്ല, ബാക്കി എന്നാലും എങ്ങനെ പാടിയെന്ന് തോന്നി? ഞാൻ പ്രാക്ടീസ് ചെയ്ത പോലെ നന്നായിട്ട് വന്നില്ലെന്നാണ്. ടെൻഷനൊന്നും അടിക്കണ്ട, ടെൻഷനൊക്കെ ജഡ്ജസ് മാറ്റി തന്നോളൂ കേട്ടോ. അതെ, നമുക്ക് ജഡ്ജസിന്റെ സർ എങ്ങനെ ഉണ്ടായിരുന്നു? ജഡ്ജസ് മാറ്റി തന്നോളൂ. ഭാഗ്യലക്ഷ്മി സർ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ടാണ് അന്ന് ഇറങ്ങിയത് രവിയേട്ടൻ്റെ. അതുവരയ്ക്കുള്ള ഒരു ഫോർമാറ്റ്, അദ്ദേഹം എപ്പോഴും ക്ലാസിക്കൽ സോങ്സ് ആണ് കൂടുതൽ ചെയ്യാറുള്ളത്. പക്ഷേ ഇതൊരു ലൈറ്റ് ഹാർട്ടഡ്, പക്ഷെ അതിലും ആ താളക്രമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം അടി കഴിഞ്ഞിട്ട് പല്ലവി, ഇത് വേണമെങ്കിൽ സമത്തിലൊക്കെ എടുക്കാവുന്ന ഒരു വരികളൊക്കെയാണ്. പക്ഷെ അത് ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെൻഷൻ വരും. ടെൻഷൻ വരുമ്പോൾ ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം അത് കുഴപ്പമില്ല, അത് പിന്നീട് പാടിയല്ലോ, കറക്റ്റായിട്ട് പാടി. ഈ വാഴത്തോട്ടത്തിൽ നീയും പോരുന്നു, അവിടേക്ക് ഒരു ബ്രെത്തിന്റെ ഒരു ചെറിയ പ്രോബ്ലം വരുന്നു. ടെൻഷൻ കാരണമാണ് കേട്ടോ അതൊക്കെ വരുന്നത്. നമ്മൾ റിലാക്സ് ആയിട്ട് പാടിയാൽ മതി. ഇങ്ങനെ ഒരു ടെൻഷൻ പിടിച്ച് പാടണ്ട. ഇനി പാടുന്നവരോട് എല്ലാവരോടും ഞാൻ പറയാം, ഇത് അങ്ങനെ ഒരു വേദിയൊന്നുമല്ല. ഇപ്പം നാട്ടിലൊക്കെ എല്ലാവരും നിങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് തന്നെ. ഇങ്ങനെ ഹൗസ് വൈഫ്സ് ദേ ആർ സിംഗിങ് സോ ബ്യൂട്ടിഫുൾ. എന്തോ ഒരു വലിയ കാര്യമാണെന്നറിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുടുംബത്തിലും എല്ലാവർക്കും പാട്ടിനോടുള്ളൊരു ശ്രദ്ധ പ്രത്യേകിച്ച് വരും ഈ പ്രോഗ്രാം വന്നതിന് ശേഷം. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഒന്നും നിങ്ങളിവിടെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല അല്ലേ. ഇത് അവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, അത് കണ്ടിട്ട് പേടിക്കുന്നില്ലല്ലോ അല്ലേ. അത് ഇവരിപ്പോഴും ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് പുറത്തൊരു സ്ഥലം എന്നാ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ അത് പിന്നെ അതുപോലെ ഒരു നല്ല സംഗതിയാണ് കൊച്ചു വണ്ണാത്തിപ്പുള്ളുകൾ പാടി. അത് ഇത്തിരി ഹൈപ്പിച്ചാണ്, പക്ഷെ അവിടെയും ആ ഒരു സ്ട്രെയിൻ കാരണം എന്തോന്നറിയില്ല, സംതിങ് ഹാപ്പൻഡ്. ഓൺ ദി അതർ ഹോൾ നല്ല ഫീലും നല്ല പാടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയുകയും ചെയ്യാം എനിക്ക്. പാട്ട് എങ്ങനെയാ ഇതിനു മുമ്പ് എങ്ങനെയാണ്, വാട്ട് ഈസ് യുവർ കരിയർ? പാട്ട് ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങി പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റേജിലൊക്കെ പാടുന്നുണ്ടോ? സ്റ്റേജില് ഞാനൊരു 6ാം ക്ലാസ് മുതൽ ഭക്തിഗാനമേളക്കൊക്കെ പോകുമായിരുന്നു. ഓ ശരി. ഇപ്പോഴും പാടുന്നുണ്ടോ? ഇപ്പോഴും പാടുന്നുണ്ട്. ഇനി ഒരുപാട് പാടും. ഈ വേദിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത ഒരു ലെവലിലേക്കാണ് പോവുക കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചേച്ചി ഭാഗ്യക്കുട്ടി ചേച്ചി നന്നായിരുന്നു കേട്ടോ. ഒന്ന് എനിക്ക് എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണ്. അതില് ഈ സരിഗപദ പ്രയോഗങ്ങള് അതില് സരീ സരീഗപദ സരീഗപദ ഇങ്ങനെയുള്ള കുറെ, ഈ ദൈവതം തന്നെ 2ഉം ഗാന്ധാരം 2ഉം ഋഷഭം 2ഉം ഇങ്ങനെയൊക്കെയുള്ള അതിൽ അദ്ദേഹം ഇവിടെ ഒരു ചേഞ്ച് കൊടുത്തിരിക്കുന്നത് ഭയങ്കര രസമാണ്. നീ നാമമോ മാ ജീവമോ സുധാമധുരമോ. ഇത് ഗുരുജിയുടെ ഒരു പാട്ട്. ഇതുപോലെ എല്ലാ ഗായും ധായും രീയും എല്ലാം 2 വരും. സുധാ മധുരമോ ബ്യൂട്ടിഫുൾ. ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ. നമുക്ക് എല്ലാവർക്കും പാടാനായിട്ട് കയറി ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ടെൻഷൻ വരും. അതെല്ലാവർക്കും പാട്ടുകാരായതുകൊണ്ട് അതിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ ഹൗസ് വൈഫ് പാടുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ എല്ലാവരും ഇതിപ്പോ പ്രൊഫഷണൽ സിംഗേഴ്സ് ആണോ പാടുന്നത്? എല്ലാവരും അസലായിട്ട് പാടുന്നുണ്ട്. ആ ടെൻഷൻ അങ്ങ് മാറിയാൽ തന്നെ നമ്മൾ അടുത്ത റൗണ്ടില് ടെൻഷൻ, അതെ ടെൻഷന് വിടാം. അപ്പൊ ഇനി രഞ്ജന ചേച്ചി, എല്ലാവർക്കും വേറെ വേറെ തൊണ്ടയുണ്ട്. എല്ലാവരുടെ റേഞ്ച് ഒരുപോലെ ആവണമെന്നില്ല. ഇത് ഒരുപാട് മേലെയാണ്. അത്രയും സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഒരു പിച്ചൊക്കെ താത്താം, കുഴപ്പമൊന്നുമില്ല. ആരും പിച്ച് പോലീസൊന്നും വരാൻ പോകുന്നില്ല ഇവിടെ. ഞങ്ങളൊക്കെ ചെറുതിലെ പാടാൻ പോകുമ്പോൾ പിച്ച് മാറ്റാൻ സമ്മതിക്കുകയില്ല. പിച്ച് മാറ്റാണ്ട് അതിൽ തന്നെ പിച്ചു പറയുന്നു. ഈ കഴിഞ്ഞ ദിവസവും ചോദിച്ചു, പിച്ചു കൊള്ളുമായിരുന്നു ചേച്ചി? പിച്ചു കൊള്ളൂല, നല്ല വഴക്കം കേൾക്കുമായിരുന്നു. ചിലപ്പോൾ നമ്മൾ അവിടെ കഷ്ടപ്പെട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും പോകും. അത് നമ്മൾ മനഃപൂർവ്വമല്ല, ആ നേരത്തെ ടെൻഷനും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ്. പിച്ച് ഈസ് യുവർ കംഫർട്ട്. എല്ലാവരുടെയും ഒരാളുടെ റേഞ്ച് എന്ന് പറയുന്നത് വേറെ വേറെ റേഞ്ചസ് ആണ്. ചിലവർക്ക് all 8 ഇത് കിട്ടും, പക്ഷെ ചിലവർക്ക് പറ്റില്ല. അപ്പൊ ഒരു പിച്ച് താത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാടാലോ. അപ്പൊ ആ ഒരു കൺസ്ട്രെയിന്റ് നിന്ന് പുറത്തേക്ക് വരാം.
അപ്പം തന്നെ കുറച്ച് ഈസ്ഡ് ഔട്ടായി. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജ് ലൈവ് ഷോസിനേക്കാളും കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ഇതിൽ പാടാൻ. അതിൽ നിങ്ങൾ ഇത്രയും നന്നായി പാടുന്നുണ്ടെങ്കിൽ പുറത്ത് എന്തായിരിക്കും? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. സാറും ചേച്ചിയും പറഞ്ഞ പോലെ പ്രൊഫഷണൽ സിംഗേഴ്സ് പാടുന്ന പോലെയാണ്. താങ്ക് യു. ഇത് എന്തെങ്കിലും തെറ്റുന്നുള്ള ടെൻഷനാണോ അതോ ഇവരുടെ മുമ്പിൽ പാടുന്നതിന്റെ ടെൻഷനാണോ? വരികള് തെറ്റും എന്നുള്ള ടെൻഷൻ ഉണ്ട്. മനുഷ്യന്മാരാണ്, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമ്മള് തന്നെ അല്ല, anchoring ഇതിന്റെ ചെയ്യുന്നൊക്കെ വരികളും സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ, ദൂരെ നീലഗിരിക്കുന്നിൻ മേലെ എന്നൊക്കെ ഞാൻ എന്തൊക്കെ പാടിയിട്ടുണ്ടെന്ന് ആ നേരത്ത് നമുക്ക് എന്തൊക്കെയാ വായിൽ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. മാനത്തെ ശിങ്കാര തോപ്പിൽ എന്നുള്ള അത്രയും ഇതായത് കൊണ്ട് ഞങ്ങൾ കളിയാക്കി മാനത്തെ ശിങ്കാര ടോപ്പിൽ. നല്ല ടോപ്പിലാണ് പാട്ട്. ആ ഒരു മനഃപൂർവ്വം കണ്ട ഇത്ര ലാഘവത്തോടെ അതെ, എടുത്താൽ മതി. ഇത്ര സിമ്പിൾ എന്തെങ്കിലുമൊക്കെ ജഡ്ജസ്, ഇത്ര ലോക്കൽ ആങ്കർ, പിന്നെ വേറെ എന്ത് വേണം അതിനേക്കാൾ ടെൻഷൻ അടിക്കാതിരിക്കാൻ? ലോക്കൽ ഒരാള്. നമുക്ക് മാർക്ക് അറിയാം. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ മെന്റേഴ്സിന്റെ മെന്റേഴ്സിന്റെ മാർക്ക് ജഡ്ജസിനെ ജഡ്ജസിനെ അറിയിക്കണം. ഒളിച്ചു അപ്പൊ അറിയിച്ചോളൂ. കാണിക്കണം. നമുക്ക് ടോട്ടൽ മാർക്സ് 100 മാർക്സിൽ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഭാഗ്യലക്ഷ്മിക്ക് ആ, 89. not bad. ഫസ്റ്റ് റൗണ്ടാണ് കഴിഞ്ഞത്. നമുക്കറിയാം തുടക്കത്തില് ടെൻഷൻ കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റി. ബട്ട് നല്ല മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട്, അത് നമുക്ക് പിടിക്കണം. പിടിക്കണം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഭാഗ്യലക്ഷ്മി, താങ്ക് യു സോ മച്ച്. മ്യൂസിക്കൽ വൈഫ്, ഇതല്ലേ വൈബ്? അപ്പൊ എന്തായാലും നല്ല വൈബോട് കൂടി നമ്മുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത റൗണ്ട് ഏതാണ്? അടുത്തത് ഇമോട്ടീവ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഇമോട്ടീവ് റൗണ്ട്. വേണ്ടി. അതെ, അപ്പൊ സീറ്റ് നമ്പർ വന്നല്ലോ വനമാല. പോകുന്നു ചഞ്ചലൻ. ചഞ്ചലോ, ചഞ്ചലൻ. ഇത് കഴിഞ്ഞ ആഴ്ച ഒന്ന് കൊളാക്കി. ചഞ്ചൽ എവിടെയായിരുന്നു? കാണാൻ നോക്കിയിരിക്കുവായിരുന്നു. പിന്നല്ലാതെ ഇരിക്കട്ടെ അല്ല ഇരിക്കട്ടെ, അത് പിടിച്ച് കടിക്കൊന്നുമില്ല, അത് ഇരിക്കട്ടെ. ചഞ്ചല, ഇവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുക. പാട്ടൊക്കെ പാടിയാ? ഇവിടെ, ഇവിടെ, ഇവിടെ. എന്താ 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 അവിടെ എന്താ എന്താ അവിടെ എന്ത് പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കണം? കഴിഞ്ഞ ആഴ്ച വന്നൊരു പ്രശ്നം ഉണ്ടാക്കി പോയത്. റിയാലിറ്റി ഷോ നടക്കല്ലേ? അതെ. അതെ. അപ്പൊ എന്റെ ഭാര്യയും ഇതിനകത്ത് മത്സരിക്കുന്നു, ആ, സുമ. ആ. അപ്പൊ ഭാര്യ ഇതിനകത്ത് മത്സരിക്കും. ഇതേ പ്രൈസ് എനിക്ക് തന്നെ കിട്ടും, നമുക്ക് തന്നെ കിട്ടും. അപ്പൊ അത് വിദേശത്ത് പോയി വാങ്ങണം, ഭർത്താവായ ഞാൻ പോണം, ഞങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചോണ്ട് വരണം, ഭർത്താവായ ഞാൻ അല്ല, പോണല്ലോ. ആ ഭാര്യക്ക് കിട്ടിയാലല്ലേ പോകേണ്ട ആവശ്യമുള്ളൂ, ചഞ്ചലം പോകേണ്ട ആവശ്യമുള്ളൂ. അല്ല അത് കുഴപ്പമില്ല. ഞാൻ ഈ പഞ്ചായത്ത് മെമ്പറുമായിട്ട് സംസാരിച്ചപ്പോ ഈ പ്ലെയിനിൽ കയറണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് വേണമല്ലേ? അത് വേണം. അത് വേണം. അപ്പൊ ഞാനിത് ആണെങ്കിലല്ല അതിന്റെ അകത്ത് എയർപോർട്ടിന്റെ അകത്ത് കയറണമെങ്കിൽ പാസ്പോർട്ട്. എനിക്കറിയാം. ഞാൻ ഈ അപേക്ഷ എഴുതി കൊടുക്കുക, പാസ്പോർട്ട് അപേക്ഷ എഴുതി കൊടുത്ത സമയത്ത് പോലീസ് വെരിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണ്? പിന്നെ അറിയണ്ടേ നിങ്ങളുള്ള ആളാണോ, നിങ്ങൾക്ക് പാസ്പോർട്ട് തന്ന അവിടെ പോയി പ്രശ്നം ഉണ്ടാകും. അപ്പൊ സ്ഥലം, കേസൊക്കെ ഉണ്ടോ അതെ, എന്നൊക്കെ അഡ്രസ് ഒക്കെ അറിയണം. കറക്റ്റ് ആണോ എന്നൊക്കെ അറിയണം. വെരിഫിക്കേഷൻ അല്ല, നിങ്ങളുടെ പേര്. അത് ശരിയാ. ഞാൻ ഇവിടുത്തെ അഡ്രസ്സാ കൊടുത്തത്. എവിടുത്തെ? ഇവിടുത്തെ അഡ്രസ്സാ കൊടുത്തത്. ഇവിടുത്തെ സ്റ്റുഡിയോയുടെ അഡ്രസ്സോ? ഈ സ്ഥലവും നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? ചേട്ടാ, നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെ അഡ്രസ്സാണ് കൊടുക്കുന്നത്. അല്ലല്ല, നാട്ടിലെ അഡ്രസ് കൊടുത്ത പാസ്പോർട്ട് പോയിട്ട് എനിക്കൊരു റേഷൻ കാർഡ് പോലും കിട്ടില്ല. അപ്പൊ ഇവിടുത്തെ അഡ്രസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ സൈഡ് വാരനെ പറ്റി പറഞ്ഞ് ഇങ്ങനെ പൊക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാലേ അതാണോ ഇത്? അതാണോ ഇത്? അല്ലല്ല, കഴിഞ്ഞ ആഴ്ച ഭാര്യയായിട്ട് വരാന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അതെ അതെ. പിന്നെ ഇപ്പൊ ഒറ്റയ്ക്ക് വീണ്ടും കയറി വന്നത് എന്തിനാ? ഭാര്യ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല, പാട്ട് പഠിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ, നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങി. സൂപ്പർ. ഒരാഴ്ചയോളം എന്റെ കാശ് അങ്ങനെ ഞാൻ ചെലവാക്കി പാട്ട് പഠിപ്പിച്ച അടിപൊളിയാട്ടാ. അതല്ലേ. ഒരാഴ്ച പഠിപ്പിച്ചിട്ടുള്ളൂ. ഒരു മാഷിനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു. ഇവിടെ വർഷങ്ങളായിട്ട് പഠിക്കുന്നവരാണ് ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. ഒരാഴ്ച നേരത്തെ പഠിച്ച ജഡ്ജസ് പറഞ്ഞുള്ളൂ ആളുകളുണ്ട്. പക്ഷെ പ്രൊഫഷണൽ എന്റെ കാശ് പോയില്ലാട്ടാ. പാടി ഇന്നലെ ഞാൻ അടുത്തിരുത്തി ഒരു പാട്ട് പാടി. എന്റെ അമ്മോ, പാട്ട് ചങ്ങനാശ്ശേരിയിലും മ്യൂസിക് കരുനാപ്പള്ളിയിലും. പിന്നെ ഇതിനെ ഈ രണ്ടും കൂടെ ചെന്ന് കൊല്ലത്ത് കൊണ്ടുവച്ച് പിടിച്ചിട്ട് ചവറ ബസ്സിൽ കയറ്റി വിട്ട് ഇത് വീണ്ടും വരും പാട്ട് പഠിക്കാൻ വേണ്ടി. ലാഭമായി കാശ് കൊടുത്തത് അല്ലേ? ചില സമയത്ത് പാടുമ്പോട്ടല്ലോ നമ്മൾ അതിശയിച്ചു പോകും. മിക്സിയിലൊക്കെ നാലിട്ടടിക്കൂല അതുപോലെ. ചഞ്ചല സരളി വരിച്ച ജണ്ട വരിച്ച ഒക്കെ ആയോ? പേര് വിളിച്ചല്ല, അത് മറ്റേ സരളി വരിച്ചകൾ, ജണ്ട വരിച്ചകൾ, മേൽസായി ഒക്കെ പിടിച്ചോ? മെയിൽ സ്റ്റൈൽ. മേശിരിയെ പിടിച്ചില്ല. മെയിൽസിലല്ല, മെയിൽ സ്റ്റൈൽ. അതിന്റെ അർത്ഥം അറിയില്ല, നമുക്ക് അവരോട് ചോദിക്കാം, എനിക്കറിയില്ല. അഥവാ പോലീസ് വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലേ നമ്മളെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ള സാധനം എഴുതി തന്നേക്കണം. അല്ല ചേട്ടാ, അത് നമ്മളൊന്ന് കയറ്റി വിട്ടേക്കണം. അതാണ്. എന്റെ പേര് ചഞ്ചലൻ എന്നാണ്. അത് വായിച്ചാലേ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ചഞ്ചലൻ. മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ
കാലം കാത്തുവെച്ച രക്ഷകനെ സംഹാരകനെ അത് അങ്ങനെ ഒരു ചഞ്ചലൻ. ഞങ്ങൾ കണ്ണനായി വന്നവനെ. അതാണ് ചഞ്ചലൻ. അല്ല ഒരു കാര്യം ഇത് മറ്റേ പാട്ടല്ലേ? നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ. ഇങ്ങനെ പാടിയാ മതിയോ? എങ്ങനെ? നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ചഞ്ചലൻ സൂര്യനും ചന്ദ്രനും ഒന്നായവനെ ചഞ്ചലൻ. ബ്യൂട്ടിഫുൾ. അത് അടിപൊളി. അല്ല പിന്നെ സ്വാഗതഗാനം പാടാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി വന്നതല്ല. ഇത്ര നേരം ചെയ്തതിൽ ഏറ്റവും ഹിറ്റ് ആയതോ അല്ല ഞാൻ വിചാരിച്ചെന്നറിയാ, ഞാൻ എഴുതി തന്ന് നിങ്ങൾ പാട്ടുകാരല്ലേ, അപ്പൊ അങ്ങ് പാടി അങ്ങ് ഫലിപ്പിക്കാൻ വേണ്ടി കൊണ്ട് തന്നതാണ്. ഇവിടെ പാടിത്തരുമല്ലോ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവെച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ചഞ്ചല. അതെ പാടി വന്നപ്പോ എനിക്ക് ഡാൻസ് ചഞ്ചല ചേച്ചി ചേച്ചി ചഞ്ചൽ എങ്ങോട്ടാ എങ്ങോട്ടാ അല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് പിടിച്ചോ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ തുടരുതൊന്ന് അല്ല ഇടയ്ക്കൊന്ന് പിടിച്ച് പിടിക്കണ്ട. ഇവരൊക്കെ പാടിയ അല്ല അമരീഷ് പുരി മൈൻഡ് ഉണ്ടല്ലോ. ഇവരൊക്കെ പാടിയതുപോലെ അല്ല അംബരീഷ് പുരി. ഇവരൊക്കെ പാടിയതുപോലെ അല്ല. ഇനി എന്റെ ഭാര്യ സുമ വരും. അപ്പൊ മ്യൂസിക് ഒക്കെ നന്നായിരിക്കണം. ഹലോ ജോസ് പപ്പ, മ്യൂസിക് ഒക്കെ നന്നായിരിക്കണം കേട്ടാ. പോലീസ് പോലീസ് വരുന്നുണ്ട് കേട്ടോ. എന്താ? അത് verification ആയിരുന്നതാ? പേടിക്കണ്ട. അല്ല ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ അല്ല ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ വരുമ്പോ നിങ്ങൾ വേണം. നിങ്ങൾ വേണം. അല്ല ഞാൻ നിന്നാ ശരിയാവില്ലെന്നേ. അതെന്താ? നിങ്ങൾ വിദേശത്ത് പോയിട്ട് പിന്നെ പേര് അനൗൺസ് ചെയ്യുമല്ലോ, അപ്പൊ ആ ട്രോഫി വാങ്ങണമല്ലോ. ആ ട്രോഫി ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നെ കുറച്ചില്ലല്ലേ, നിങ്ങൾ ചങ്കിച്ചു പോവില്ലേ? നിങ്ങൾ ചങ്കിച്ചു പോവില്ലേ? എന്താണ് ചങ്കിച്ച് വേദന വരില്ലേ? നാണം കെട്ട് പോവില്ലേന്ന്. ചങ്കിച്ച് ചങ്കിച്ചെന്നൊന്നും ഞാൻ നിങ്ങൾ നാണം കെട്ട് പോവില്ലേ? അങ്ങനെ പോവില്ലേ? ഞാൻ ഇപ്പൊ തന്നെ നാണം കിട്ടി നിൽക്കാം. ഇവിടെ ആ, വേണ്ട, വേണ്ട, വേണ്ട. ഞാൻ വരും. അവിടെ വന്ന് എനിക്ക് ട്രോഫി വാങ്ങിക്കാൻ പറ്റില്ല. അതെന്താ? എനിക്ക് ഒരുപാട് കേസ് ഉണ്ടാ. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റി വിടരുത് കേട്ടോ. അത് ഇവിടെ ആരെങ്കിലും ഒക്കെ ഒന്ന് ആത്മാർത്ഥത്തിലുള്ള സെക്യൂരിറ്റിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളൊന്ന് പിടിച്ചു വെക്കണം. ഇയാൾ എന്തിനാ എല്ലാ ആഴ്ചയും വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ എനിക്കറിഞ്ഞൂട്. ഇനി എന്ന് പറഞ്ഞാണ് അടുത്ത വരുന്നത്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഭാര്യ വന്ന് പാടണ്ട, പുള്ളി വന്ന് മിമിക്രി ചെയ്താൽ മതിയായിരുന്നു. അതെ, ആ വന്നാ ശംഖു കൊട്ടിയാ മതിയായിരുന്നു അല്ലേ? ശംഖല്ലല്ലോ. ശംഖു കൊട്ടേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കഴിയാനുള്ള സമയമായിരിക്കാണ്. അപ്പോ നാളെ കാണാം. ബൈ. കഴിഞ്ഞില്ലേ? മതിയായി. മീനാക്ഷി, എന്തോ അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ആള് വിളിക്കാം. അടുത്ത ആളെ ആ നമുക്ക് ഒരാൾക്ക് വിളിക്കാം. പ്രത്യേകതയുണ്ട് അല്ലേ? ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മള് ഓഡിഷന്റെ ഫൈനൽ ഓഡിഷന്റെ സമയത്ത് നമ്മൾ ഇവിടെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്തപ്പോ നമ്മൾ കണ്ടിരുന്നു. ആള് പൂർണ്ണ ഗർഭിണിയായിട്ടാണ് ഓഡിഷന് ഫസ്റ്റ് ഓഡിഷന് വന്നത്. ഫൈനൽ ഓഡീഷൻ എത്തിയപ്പോ കൈക്കുഞ്ഞായി ഇവിടെ അങ്ങനെ നമുക്കിവിടെ സെലക്ഷൻ കിട്ടി. നമ്മൾ പറഞ്ഞു കുഞ്ഞിന്റെ ഐശ്വര്യാണെന്നൊക്കെ പറഞ്ഞു. അതെ, ആ ആളാണ് ഇനി ഇവിടെ പാടാൻ വേണ്ടിട്ട് എത്തുന്നത്. ഏത് റൗണ്ടിലാ വരുന്നത്? വിന്റേജ് വൈബിൽ വൈബുമായി കടന്നു വരുന്നു നമ്മുടെ സ്വന്തം നിമിഷ. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി.
താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ജീമൂത നിർജ്ജരി പോലെ. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ജീമൂത നിർജ്ജരി പോലെ. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി മാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. ഗുഡ് ഗുഡ്. ഹലോ, ആദ്യം തന്നെ ചോദിക്കട്ടെ, ബേബി ബേബി റൂമിലുണ്ട്. റൂമിലുണ്ട്. വാശി ഒന്നുമില്ലല്ലോ. ഇല്ല ഇല്ല. പാല് കൊടുത്ത ആൾ ഓക്കെയാണ്. ആള് ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിനെ കുറിച്ച് കേൾക്കാം. ഔസേപ്പിച്ചൻ സാർ. നല്ല ഒരു ക്ലാസിക് സോങ് ചിത്ര പാടിയത്. നിമിഷയുടെ ഒരു എന്താ പറയാ കപ്പാസിറ്റി അനുസരിച്ച് നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. പക്ഷെ എനിക്ക് തോന്നിയ ഒരൊറ്റ സജഷൻ, അരനോട്ടെങ്ങാനും കുറച്ചിരുന്നെങ്കിൽ യു കുഡ് ഹാവ് സങ് മച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ലോ കിട്ടാതെ വരില്ലല്ലോ. തരരാ. ആ നോട്ടുണ്ടല്ലോ, അതാണ് അതിന്റെ ജീവൻ. അത് ആ പാട്ടിന്റെ പുലർക്കാ അവിടെ തന്നെ പുലർക്കാ അത് എപ്പോഴും ഓൾവേസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേൽഷഡ്ജം കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. സ്ട്രെയിൻ ഓരോരുത്തർക്കും ഓരോ കോമ്പസ് ഉണ്ട്. ഒരു അര നോട്ട് കുറച്ചിട്ട് വെറുതെ ഒന്ന് അതെന്താണെന്ന് സംഭവം എന്ന് ഞങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി അരനോട്ട് പുലർക്കാല അത് സുന്ദര ഇതാണ്. സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു ആഹാ. മാറി. അതല്ലേ സംഭവം. അതെന്തത് എന്തുകൊണ്ടാണ് അത് ആ പിച്ച് കറക്റ്റ് പിച്ചിൽ പാടിക്കൂടുക? എല്ലാവരും ഒരേപോലെ പാടാൻ പറ്റണമെന്നില്ല. ഇതിൽ അങ്ങനെ എല്ലാ പിച്ചിലും പാടാൻ പറ്റുന്ന ഒരൊറ്റ ആളെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അത് നമ്മുടെ ദാസേട്ടനാ. അയ്യോ, ഗന്ധർവന്റെ ശരിക്കും ഒരു ഗന്ധർവൻ തന്നെ. ഭൂമിയിലേക്ക് പറന്നൊരു മനുഷ്യൻ. നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറയണമെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് യേശുദാസ് സാർ എന്നതുകൊണ്ടാണ് ഇരിക്കാൻ. മെയിനായിട്ട് അതാണ് പിച്ചിന്റെ ഒരു സംഭവമാണ്. പേരെ കിട്ടാ പേര് ഇതുവരെ ഇട്ടിട്ടില്ല. 56 കിട്ടിയിട്ടില്ല. എന്തായിരിക്കും മനസ്സിൽ പേരിടാൻ? എനിക്ക് പാവനി എന്നുള്ള പേര് ഇഷ്ടമാണ്. അന്ന് ചേച്ചി തന്നെ പറഞ്ഞു. 72 മേളകർത്ത രാഗത്തിലെ 41ാമത് രാഗമായ പാവനി. പാവനി, പാവനമായ കുട്ടി. അതെ, പാവനി. അതാണ് പാവനി എന്ന് എന്റെ മനസ്സിലിങ്ങനെ വന്നു.
ബെന്നി ചേച്ചി പറയുന്ന പേരിട്ട് കഴിഞ്ഞാൽ കുട്ടി നന്നാവും സത്യമായിട്ട്. നല്ല കുരുത്തമുള്ള കുട്ടിയായിട്ട്. ചേച്ചിയുടെ അടുത്താണ് എല്ലാരും വിദ്യാരംഭത്തിന് പോണത്. അതെ. അതുകൊണ്ട് പറഞ്ഞതാ. ഒരു പാവം ഗുരുവല്ലേ? ചേച്ചി നമ്മള് വെറുതെ സ്പോട്ടിൽ ഇല്ല ലാസ്റ്റ് ഇട്ടില്ലെങ്കിൽ അയ്യോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ ഒന്നുമില്ല. ഇഷ്ടം നമ്മുടെ ഇഷ്ടമുള്ളത് ഇഷ്ടമാണ് ഇടാം. കുട്ടികൾ. അതെ. എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഒരു നെയിം സജസ്റ്റ് ചെയ്ത് ഞാൻ ശരി, എനിക്കൊരു കുട്ടി ഉണ്ടായി. ചേച്ചി ഏത് പേര് വേണ്ട ഡേന വേണ്ടടാ. ഗാംഗേയ ഭൂഷണി. അത് അവര് പറയാൻ പറ്റില്ല. പേരെടുത്ത് വിളിക്കില്ല. എന്ന ഒരു ഈസി ഉണ്ട്, ഷഡ്വിധ മാർഗിണി. അവന് ആ സാധനം ഇടിപ്പിക്കാൻ പോലും ഞാൻ ചെയ്യില്ല. എന്നാ പിന്നെ ഇതുപോലെ എന്താ പറയണേ, സൂര്യകാന്തം. സൂര്യ എടാ സൂര്യ. സൂര്യ ഡെയിൻ. സൂര്യകാന്തൻ ഡെയിൻ. സൂര്യകാന്തൻ ഡെയിൻ. സൂര്യകാന്തം തന്നെ പോയി. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് സുചരിത്ര എന്നിടാം. എനിക്ക് കുട്ടികൾ വേണ്ട. എന്റെ അടുത്ത് വന്നാൽ എന്റെ ശിഷ്യർക്കൊക്കെ ഇപ്പൊ അബ്രോഡിലെല്ലാം പൂച്ചകളുണ്ട്. അവർക്ക് ഞാൻ പേരിടണേ. ഇങ്ങനത്തെ പേര് ചേച്ചിയുടെ പൂച്ചയുടെ പേരെന്താ? നാരായണിയല്ലേ? എന്റെ പൊന്നു മോളെ ഗോവിന്ദൻ കുറെ ഒരു 65 പൂച്ചയ്ക്ക് പേരിട്ടു. അത് കഴിഞ്ഞ് ഈ പിന്നെ ഉണ്ടായ 4 പൂച്ചകളുണ്ടായി. ഈ പൂച്ച ആണാണോ പെണ്ണാണോ എന്ന് ഇങ്ങനെയൊക്കെ വെച്ച് നമ്മളിങ്ങനെ അടി നോക്കിയാലും മനസ്സിലാവത്തില്ല നമുക്ക് ആണാണോ പെണ്ണാണോന്ന്. അത് എങ്ങനെ മനസ്സിലാവോ എനിക്കറിയില്ല. ഇനി ഒരു 3 മാസം കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ നോക്കും. എന്നും നോക്കും പേരിടാൻ വേണ്ടി. പേരിടാനുള്ള തൊരവുണ്ട് നമ്മൾ എന്നും പൊക്കി നോക്കും കാലം. അതെ. അപ്പൊ ഇത്രയും നേരം ഇല്ലാത്ത ഒച്ചയായിരുന്നല്ലോ നിനക്ക് വന്നത് വെട്ടിയിട്ട പോലെ. അവസാനം എനിക്ക് ഇത് ഞാൻ എന്ത് ചോദിച്ചു, ഇവരൊക്കെ എല്ലാരും പെണ്ണുങ്ങളാന്ന് വിചാരിച്ചു. അപ്പോഴാണ് പേരില്ല. അപ്പോഴാണ് നമ്മുടെ നടൻ കൃഷ്ണകുമാർ ഏട്ടന്റെ അഹാന, ദിയ, ഇഷാനി, ഹൻസിക, ഞാൻ അവരുടെ പേരങ്ങ് ഇട്ടു. കൃഷ്ണകുമാർ ഏട്ടനൊരു താങ്ക്സ് പറഞ്ഞ് സിന്ധു ചേച്ചിയോടൊക്കെ ഒരു താങ്ക്സ് നേരെ പറഞ്ഞില്ല, ഞാൻ ആ പേരിട്ടു. പേര് വേണമേ നമുക്ക്. ആണായിരുന്നു 4. അപ്പൊ തന്നെ ആണിന്റെ പേരാക്കാം. പേര് മാറ്റി. അങ്ങനെ ബലരാമൻ, രാമൻ, കുട്ടൂസൻ, അങ്ങനെ. പിന്നെ വേറെ പേരുണ്ട്. ഞാൻ പണ്ട് വളർന്നപ്പം എന്റെ ഒരു പൂച്ചമ്മായി ഉണ്ടായിരുന്നു. പൂച്ചമ്മായി. ആ പൂച്ചമ്മായിയുടെ ഒരു പൂച്ചയുടെ പേര് ഉണ്ണിമേനോൻ. സിന്ധു ചേച്ചിയുടെ അമ്മായിയാണ് ആ പൂച്ചമ്മായിക്ക് പേരിട്ടത്. ബെന്നി ചേച്ചി പേരിട്ടത് കൊണ്ട് ആ പൂച്ചകളൊക്കെ കറക്റ്റ് സ്വരസ്ഥാനത്താ കരയുന്നത്. എന്റെ ഗോവിന്ദന് അങ്ങനെ തോടി രാഗം പാട്ട് കേട്ട അവിടെ കിടക്കും. അറിയാമോ ഗോവിന്ദൻ? എന്റെ ദൈവമേ. നമുക്ക് ബാക്കിലോട്ട് കിടക്കാം. അല്ല വേറെ ജഡ്ജ്മെന്റ് എന്തെങ്കിലും പറയുന്നുണ്ട്? ജഡ്ജ്മെന്റ് പറഞ്ഞില്ലല്ലോ മോളെ. ഇത് മോളെ ഇത് തന്നെ പുലർക്കാലസും അതാണ് സംഭവം. മോളെ അത് പാടുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു മൈക്കൊന്ന് ഒന്ന് മൈക്കൊന്ന് അകത്തി വെച്ച അത് വേണമെങ്കിൽ കിട്ടും. അതുപോലെ സെയിം സംഭവം. അതിപ്പോ പിച്ചൊന്ന് കുറച്ചപ്പോഴത്തേക്കും അത് കറക്റ്റായി. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ഇത് പാട്ട് പിടിച്ചിട്ടുണ്ടോന്നല്ലേ പറഞ്ഞ? എന്ത് രാഗമാണ്? മലയമാരുതം. പെർഫെക്റ്റ് മലയമാരുതത്തിൽ ചെയ്ത ഒരു പാട്ടാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. കീർത്തനമൊക്കെ പാടുമ്പോ ധന്യുടവടോ ദാശരഥേ ധന്യുടവ് ഇങ്ങനെ പാടുന്നതിനെ വളരെ ലാളിത്യമായിട്ട് ഓമനത്വമായിട്ട് അദ്ദേഹം അത് കമ്പോസ് ചെയ്തൊരു വളരെ സ്വീറ്റ് ആക്കി തന്നു. ഒരു രാഗം തന്നെ ഇങ്ങനെയും പാടാം അങ്ങനെയും പാടാന്ന് അദ്ദേഹം കാണിച്ചു തന്നു. എന്താണേലും രവീന്ദ്ര മാഷിനെ ഈ തരുണത്തിൽ ഓർക്കുന്നു. മോൾക്ക് ഓൾ ദി ബെസ്റ്റ്. എല്ലാം പറഞ്ഞ പോലെ ചെയ്തോളൂ കേട്ടോ. ചേച്ചി ഡെലിവറി കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ടാണോ ഈ പിച്ചിങ് ഇത്രയും പോകാൻ പറ്റാത്തത്? ചിലർക്ക് അങ്ങനെയുണ്ടല്ലോ, അത് കഴിഞ്ഞ ഉടനെ കുറച്ച് സ്ട്രെയിൻ ഉണ്ടാവും അങ്ങോട്ടേക്ക് പോകുമ്പോൾ. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ പിച്ചില് സുഖമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ഹൈ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഫുൾ ഇവിടെ തന്നെ വെക്കണത്. അതൊന്നും മാറ്റി എന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഫുൾ പാട്ട് എനിക്ക് തോന്നിയത് ഒരു 1/2 നോട്ട് ഫ്ലാറ്റ് ആയിരുന്നു. ഫുൾ ഹൈ പോകുമ്പോഴാണ് കൂടുതൽ ആ ഫ്ലാറ്റിന്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ബാക്കി എല്ലാവരും പറഞ്ഞു അടിപൊളി, ഭയങ്കര മനോഹരമായ ഒരു പാട്ടാണ്. ഞാൻ ചേച്ചി അതിന്റെ രാഗവും കൂടെ പാടിയപ്പോ എന്താണ് പറയാനില്ല. മോള് ഭാഗ്യമുള്ള ഒരു അമ്മയും കുഞ്ഞുമാണ് കേട്ടോ. കാരണം ഓഡീഷന് വന്നു, പിന്നെ നമുക്ക് ഇവിടെ കുഞ്ഞു വെളിയിൽ 1.5 മാസത്തിലുണ്ട്. മൂത്തയാളും ഉണ്ട്. ആണോ? അതെവിടെ? അവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്കിനി മാർക്സിലേക്ക് മാർക്സ് കിട്ടണം. നമ്മുടെ മെന്റേഴ്സ് ഒരു മാർക്സ് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജഡ്ജസിനെ അറിയിക്കണം. നിമിഷ എന്തോ ഇന്നത്തെ പെർഫോമൻസിന് കേട്ടോ, ഈ റൗണ്ടിലത്തെ പെർഫോമൻസിന് 88 on 100. ഓക്കെ, താങ്ക് യു. You can do better. I know.
കാരണം ആദ്യത്തെ നമ്മൾ കണ്ടല്ലേ, യു കൻ ഡെഫിനറ്റ്ലി ഡു ബെറ്റർ. അടുത്ത റൗണ്ടിൽ പൊളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. അടുത്ത കണ്ടസ്റ്റന്റ് സ്വാഗതം ചെയ്യാം. ഇമോട്ടീവ് റൗണ്ടിൽ സീറ്റ് നമ്പർ 6 പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് എത്തുന്നു ഗ്രീഷ്മ ആനന്ദ്. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? പൊന്നുകൊണ്ടു വേലി കെട്ടിയിട്ടും എന്റെ കൽക്കണ്ട കിനാവു പാടം കൊയ്തെടുത്തതാരാണ്? ഓ കൊയ്തെടുത്തതാരാണ്? കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനും കരഞ്ഞിരുന്നു. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? കിളിച്ചുണ്ടൻ മാവിൽ കണ്ണെറിഞ്ഞന്നു ഞാൻ കനിയൊന്നു വീഴ്ത്തി ഒളിച്ചു വെച്ചു. നീയതു കാണാതെ കാറ്റിന്റെ മറവിലോ ഓടക്കരയ്ക്കെങ്ങോ തുഴഞ്ഞു പോയി. കടവത്തു ഞാൻ മാത്രമായി കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? പൊന്നുകൊണ്ടു വേലി കെട്ടിയിട്ടും എന്റെ കൽക്കണ്ട കിനാവു പാടം കൊയ്തെടുത്തതാരാണ്? ഗ്രീഷ്മ എങ്ങനെ പാടി? കുഴപ്പമില്ല. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ടെൻഷൻ എങ്ങനെ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഇല്ല. ഈ പാട്ട് കുറച്ച് ഇമോഷണൽ ആയതുകൊണ്ട് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് വന്നപ്പോ ഓർമ്മ വന്നു. അതെന്താണെന്ന് നമുക്കറിയാം. അതിനു മുമ്പ് നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് എന്ന് ചോദിക്കാം. ഔസേപ്പച്ചൻ സർ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമേ ഞാനൊരു കാര്യം പറയാം. ഈ പാട്ട് സ്റ്റേജിൽ ഇങ്ങനെ അവതരിപ്പിക്കുക, ഇതൊരു മെയിൽ സോങ് ആണ്. സാധാരണ പോലത്തെ ഒരു മെയിൽ സോങ് അല്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിംഗർ, നല്ല മ്യൂസിഷ്യൻ വിദ്യാധരൻ മാസ്റ്റർ, അദ്ദേഹം പാടിയ പാട്ടാണ്. അദ്ദേഹത്തിന്റെ പാട്ടിനെ ഒരു ഫോക്കും
ക്ലാസിക്കലും കലർന്ന ഒരു ചായയും പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സ്വരം ഹസ്കേൽ എന്ന് പറയുന്ന ഒരു സ്വരമുണ്ട്. പക്ഷെ നമ്മുടെ ഫീമെയിൽ വോയിസിൽ അത് അത്രയും വഴങ്ങുന്നതല്ല. ഇപ്പൊ ഒന്നുമല്ല, ഇപ്പൊ വിദ്യാധരൻ മാസ്റ്റർ പാടിയ പാട്ട് മറ്റൊരാൾ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടാൻ പറ്റില്ല. ആ പാട്ട് കേട്ട് നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹം റിഫൈൻഡ് ആയിട്ടല്ല പാട്, ഭയങ്കര റസ്റ്റിക് ആയിട്ടുള്ള ഒരു വോയിസും റസ്റ്റിക് ആയിട്ടുള്ള ആലാപനവും, അതുപോലെ അതിലത്തെ ഭാവങ്ങളെല്ലാം അദ്ദേഹം കൊടുക്കുന്നത്. സംഗതികൾ തന്നെ കണ്ടില്ല ഇപ്പൊ അതൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതികളാണ്. വേറെ എത്രയോ സംഗതി ഇടാം, പക്ഷെ അദ്ദേഹം അത് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ മനോഹരമായിട്ട് ഗ്രീഷ്മ പാടിയിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അനുപല്ലവി അന്നത്തെ അന്തിയിൽ അത്തഴ പോർഷൻ ഒന്ന് പാടാമോ? പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. കൊമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനും കരഞ്ഞിരുന്നു. ആഹാ, ആ പോർഷൻ അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ എന്ന് പറയുന്ന പോർഷനിൽ യു ബിക്കം വെരി ഇമോഷണൽ. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവിടെ സംഗതി പോലും സ്ലിപ്പാവാൻ സാധ്യതയുണ്ട് അല്ലേ? എന്താ അതങ്ങനെ ആ വരിക്ക് മാത്രം? ഗ്രീഷ്മക്കുട്ടി എന്താണ് പറഞ്ഞോളൂ. എനിക്ക് 2 മക്കളാണ് മാം. ഒരാള് സാരമില്ല, മൂത്താള് ആൺകുട്ടിയാണ്, മോൻ വൈഗ്രഹ. അവൻ 12 വയസ്സ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിങ്ങൾ വേണമെങ്കിൽ അവിടെ നിക്കാം. വൈകാശി അവള് 3 വയസ്സായിട്ടുള്ള. വൈകാശി എന്നാണോ പേര്? അപ്പോൾ അവളെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഹോസ്പിറ്റലുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി നടക്കില്ല. എനിക്കിതറിയില്ലായിരുന്നു. ഞാൻ സിസേറിയൻ കഴിഞ്ഞിട്ട് ഒബ്സർവേഷനിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ റൂമിൽ വന്നപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ മോളെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ. റൂമിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് കണ്ണ് നട്ട് കാത്തിരുന്നിട്ടൊന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ. അപ്പോൾ കണ്ണ് നട്ട് നമ്മൾ കാത്തിരിക്കുന്നത് മക്കളെ ഈ ഒരു മുഖം കാണാനാണല്ലോ. അപ്പൊ പെട്ടെന്ന് നടക്കില്ല എന്നുള്ള ഇത് കേട്ടപ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് മകളുടെ കാലാണ്. അതിലുപരി അദ്ദേഹം നൃത്താധ്യാപകനാണ്, ഡാൻസ് മാഷാണ്. അതെ, ഹസ്ബൻഡ് ആനന്ദ് എന്നാണ് പേര്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഏത്? ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, ഫോക്ക് ഒക്കെ എല്ലാം അറിയാം. ഓ, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും അധികം കുട്ടികളെ ട്രെയിനിങ് ചെയ്യുന്ന ഒരു മാഷ്, ഒരു നൃത്താധ്യാപകൻ എല്ലാ കുട്ടികൾക്കും കാലിൽ ചെലങ്ക കെട്ടി കൊടുക്കുമ്പോ സ്വന്തം മകളെ കാലിൽ അത് കെട്ടാൻ പറ്റില്ലല്ലോ. എന്തായി? എന്നിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. എവിടെ വൈകാശിക്കുട്ടി ഓടി നടക്കുന്ന വൈകാശിക്കുട്ടി? അതെ, ഗ്ലിറ്റർ ഷൂ ഒക്കെ ഇട്ടിട്ട് എന്ത് മിടുക്കി ചുന്തിരിക്കുട്ടി ഇതേ വന്നിരിക്കുന്നു. അപ്പൊ അതാണ് ഭഗവാൻ ഈശ്വരൻ അല്ലേ? അപ്പൊ അത് ഓർത്ത് ഇനി ആ ഒരു സങ്കടം ഉണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങളുടെ ആ സത്യം, ആ ഒരു ഇത് കുട്ടി നോക്കും, നമുക്ക് ഒരു കുഴപ്പമില്ലാതെ. അവള് ഡാൻസ് ചെയ്യും, പാട്ട് പാടും, എല്ലാം ചെയ്യും. ഞങ്ങൾക്ക് ഒരു ദിവസം കേട്ടോ പ്രോപ്പർ ആയിട്ട് അച്ഛന്റെ മോളുടെ ഒരു ഡാൻസ്. ഇപ്പൊ നമുക്ക് വളരെ സന്തോഷമുള്ള സമയമാണ്. കാരണം ആ കുഞ്ഞിനെ ഇങ്ങനെ കാണുന്നതുകൊണ്ട്. പക്ഷെ ആ സമയം ഓർക്കുമ്പോൾ നമുക്ക്
ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് സാർ എനിക്ക് ആ പാട്ട് ഓരോ വരി എടുക്കുമ്പോഴും എനിക്ക് ആ ഡെലിവറി സമയത്ത് ഉണ്ടായിരുന്ന ആ എല്ലാം പെട്ടെന്ന് അതെ അതെ അതെ. മോളെ ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞോട്ടെ. എന്റെ അമ്മയുടെ ഞാൻ 5ാമത്തെ കുട്ടിയാണ്. അപ്പം മൂത്ത 3 ചേച്ചിമാരും ഒരാൺകുട്ടിയും കിട്ടി. അതോടുകൂടി ആശയ്ക്ക് പെണ്ണും ആസ്തിക്കാണെന്നും പറഞ്ഞ് അങ്ങനെ പണ്ട് പറയൂലോ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ആസ്തിക്ക് പെണ്ണും ഒക്കെ എങ്ങനെ വേണം പറയാം. അപ്പൊ ഇനി 5ാമത്തെ കുട്ടി വേണ്ട, എല്ലാരും ഓരോ വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടായി. 5 വർഷം ഗ്യാപ്പ് കഴിഞ്ഞു. ഇനി കുട്ടിയില്ല എന്ന് വിചാരിച്ചു. ആണും പെണ്ണും ഉണ്ടല്ലോ. ഞാൻ എങ്ങനെയോ ഉണ്ടായിപ്പോയി. അപ്പൊ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ അമ്മ കൊണ്ടുപോയി മരുന്നൊക്കെ കഴിച്ച് എന്നെ കളഞ്ഞു. ശരിക്കും ലിറ്ററലി അന്നൊക്കെ വയറ്റാട്ടി എന്നൊക്കെ പറയണവര്. ഞാൻ മരിച്ചു വയറ്റില്. അങ്ങനെ ഇരുന്നു. ഒരു 6-7 മാസമായപ്പോഴത്തേക്കും വയറ് വീർത്തു വരുന്നു. ഒട്ടനെ ഓടിക്കൊണ്ടുവന്നു. കാരണം നശിപ്പിക്കാനുള്ള മരുന്ന് കഴിച്ചാണേ. നോക്കുമ്പോൾ കുട്ടി ഉണ്ട്, പോയിട്ടില്ല. ഞാൻ എന്റെ നമ്മുടെയൊക്കെ ഭാഗ്യല്ലേ. അപ്പൊ എന്റെ അമ്മ ഒരുപാട് സഹിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പൊറക്കുന്നത് വരെ ആ അമ്മ കടന്ന് ദണ്ണപ്പെട്ടത്. ഈ സാധനം എന്താണ് ഉള്ളിൽ പോയിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച അമ്മയുടെ ആ ഒരു അമ്മയുടെ വേദന. അമ്മ പറഞ്ഞു, ഞാൻ 5 പേരെ പ്രസവിച്ചിട്ടും 4 പേരെ ഞാൻ വളരെ ഇതായിട്ട് പ്രസവിച്ചു. എന്നെ പ്രസവിക്കാൻ നേരത്തുണ്ടായ ആ ഒരു മാനസിക സമ്മർദ്ദം പക്ഷേ ഉണ്ടായി വന്നപ്പോ ആ കുട്ടി ഒന്ന് പ്രത്യേകിച്ച് ഇങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണല്ലേ ഇങ്ങനെ ഒരു സംഗീതജ്ഞ. അതാണ്. അപ്പൊ അങ്ങനെ ആ അമ്മയുടെ വേദന തീർച്ചയായിട്ടും ഗ്രീഷ്മയുടെ വേദന. ഞാൻ മാത്രല്ല, ഹസ്ബൻഡും അങ്ങനെ തന്നെയായിരുന്നു. നമ്മള് കാരണം കുട്ടീനെ പുറത്ത് കൊണ്ടുപോകുമ്പോ വരെ നമുക്കൊരു, കാരണം 1.5 വയസ്സായിട്ടും കുട്ടി നടന്നിട്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസമാണ് കട്ടിലിമെന്ന് ഇങ്ങനെ നടന്നിറങ്ങി വന്നൊരു ഇത്. അപ്പൊ അത്രയും പ്രാർത്ഥനയും ഇതുമായിട്ടാണ് ഞങ്ങള്. ഡോക്ടർമാരൊക്കെ മോള് നടക്കൂല, നടക്കുമ്പോ വീഴുന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. വെണ്ണിലവ് കണ്ണ് വെച്ച വെണ്ണക്കൂടമേ. കാരണം ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചിട്ട് എന്റെ മോളെ ചിലങ്ക കെട്ടിക്കാൻ പറ്റില്ല. ഭയങ്കര വിഷമമായിരുന്നു. എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ. ഒന്നുമില്ല മോള്, ഒന്നുമില്ല. അതാണ് അത് വേറെ ഒന്നുമില്ല. താൻ ചെയ്യുന്ന നമ്മളുടെ കലയിൽ സത്യമുണ്ട്. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ആ പഠിപ്പിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന കലയോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു വിശ്വാസയോഗ്യമായ ആത്മാർത്ഥതയാണ് നമുക്കത് കിട്ടുന്നത്. അപ്പൊ ഇനിയും ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോ ഇപ്പൊ താങ്കൾക്ക് ഒരുപാട് ഒരു സ്നേഹത്തോടുകൂടി അല്ലേ പഠിപ്പിക്കും അല്ലേ? ഒരു ദിവസം ഞങ്ങൾക്ക് കാണണം കേട്ടോ ഇവിടെ താങ്കളുടെ ഡാൻസ്. വേണമെങ്കിൽ ഞാൻ രഞ്ജിനിയൊക്കെ കൂടെ ഞങ്ങളെ പഠിപ്പിച്ചോളൂ. ഞങ്ങളും വന്ന് ആടാം കേട്ടോ. പാട്ടിനെ കുറിച്ച് പറഞ്ഞില്ല. എന്ത് പറയാ, ഇത്രയൊക്കെ കേട്ടിട്ട് നന്നായി പാടി. എനിക്ക് സാറ് പറഞ്ഞ അതേ അഭിപ്രായമാണ്. കാരണം വിദ്യാധര മാഷിന്റെ ആ ഒരു പാട്ടെന്ന് പറയണത്, അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന പാട്ട്. ഞാൻ 1-2 പാട്ട് അദ്ദേഹത്തിന് പഠിക്കാൻ നോക്കി. നെന്മേനി വാകപ്പോ ഒരു പാട്ടാ. അത് ഭയങ്കര ട്വിസ്റ്റാണ് അത് പോയി വരണത്. അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അദ്ദേഹം അതിൽ ഒരു കർണാട്ടിക് ചൊവയുണ്ടാവും കൂടുതൽ, ഇതുപോലെ ഫോക്ക് ടച്ച് എല്ലാം കൂടെ. അത് തിരിച്ച് നമുക്ക് പാടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഈ നെന്മേനി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പാട്ട് ഗ്രീഷ്മ എടുത്ത് പാടിയപ്പം ശരിക്കും സാറ് പറഞ്ഞതുപോലെ തന്നെ അതേപോലെ തന്നെ ഒപ്പിയെടുത്താണ് പാടുന്നത്. പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഒരു സജഷൻ ഉണ്ട്. ഗ്രീഷ്മയുടെ തന്നെ ആ ഒരു വോയിസിൽ ഒരു ഫീമെയിൽ എപ്പോഴും കുറച്ചുകൂടെ സേർട്ടിലായിട്ട് കുറച്ചുകൂടെ ബ്യൂട്ടിയാണ് ആ ഒരു നമ്മൾ ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കും. വേണമെങ്കിൽ അങ്ങനെയും പാടി നോക്കാം. പക്ഷെ പാടിയതൊക്കെ നന്നായിരുന്നു. നല്ല ഫീല് കൊടുത്ത് പാടി കേട്ടോ. താങ്ക് യു. പിന്നെ ചേച്ചി രഞ്ജന ചേച്ചി, ഗ്രീഷ്മ വളരെ വ്യത്യസ്തമായ ഒരു പാട്ടാണ് എടുത്തുകൊണ്ട് വന്നത്. പക്ഷെ സാർ പറഞ്ഞ പോലെ വേറൊരു വേർഷൻ ആയിരുന്നു. വിദ്യാധരൻ സാറിന്റെ വേർഷൻ അല്ലാത്ത വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരുന്നു. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരുന്നു. പിന്നെ അത് പറയുമ്പോഴാണ് നമ്മുടെ തബല സെക്ഷൻ ജെയിൻ ചേട്ടനൻ ഒരു നല്ല കൈയടി കൊടുക്കുക. എന്ത് രസമായിരുന്നു ഏറ്റവും എൻഡിങ് ആ തബലയുടെ പോർഷൻ.
യെസ്, താങ്ക് യു. നിങ്ങൾ അവിടെ ഇരുന്ന് വായിക്കുമ്പോഴെല്ലാം ഞങ്ങൾ ഇവിടെ ഓരോ നേരം മനസ്സുകൊണ്ട് ആഹാ ആഹാ, ആഹാ. ഇത് തന്നെയാട്ടോ. കേൾക്കുന്നില്ല എന്നുള്ളൂ, മൈക്ക് ഓഫ് ആയോണ്ട്. ഈ നമ്മൾ ഈ ഇത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എക്സൈറ്റ്മെന്റിൽ പറയല്ലേ, അത് കഴിഞ്ഞ് അങ്ങോട്ട് മറന്നു പോകുന്നു കേട്ടോ. ക്ഷമിക്കണേ. സൂപ്പർ. അമരീഷ് പുരി ഇല്ല, ഏതെങ്കിലും ബേസ് നല്ല ഉള്ള ഒരു ട്രാക്കിൽ നിങ്ങൾ വായിക്കും, കഴിഞ്ഞ് നിന്റെ കാര്യം. പാട്ടിനെ പറ്റി അധികം കൂടുതൽ പറയാനുള്ള കാരണം ഔസിഫ് സാർ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കെല്ലാം പറയാനുള്ളത്. നല്ല ഫീൽ ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ, ശരിക്കും എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ പറയാനുള്ള ചേച്ചീനെ പറ്റിയാ. ചേച്ചി എന്തൊരു അനുഗ്രഹമാണ്. ദൈവം പറഞ്ഞിട്ടുണ്ട് ചേച്ചി ജനിക്കണോന്നുള്ളത്. അതുകൊണ്ടാണ് അത് ഉണ്ടായതും, കൺസീവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായതും, കൺസെപ്ഷനും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ ഫാമിലിയിൽ എന്റെ സിസ്റ്റർ, എന്റെ ഒരു കസിൻ സിസ്റ്റർ ഇതേപോലെ വരുന്നപ്പോ മേലെ അപ്പർ ലെഫ്റ്റിൽ ഇങ്ങനെ ഒരു ഓട്ടയുണ്ടായിരുന്നു, ഇത് മരുന്ന് കഴിച്ചുകൊണ്ട്. പക്ഷെ ആളെപ്പോലെ ഇത്രയും ബുദ്ധിയുള്ള ഒരാളോ ആളെപ്പോലെ ഇത്രയും പഠിക്കുന്ന ഒരാൾ കുടുംബത്തിലില്ല. സോ എല്ലാം സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് യു. ഇടയ്ക്ക് ഞാൻ രഞ്ജിനി ഒന്ന് കൊണ്ടുപോകാം ചെന്നൈയില്. ശിവാംഗിയോട് ഒന്ന് പറഞ്ഞു കൊടുക്കണേ. പിന്നെ തീർച്ചയായും പുച്ഛം വീഡിയോ കോൾ വിളിച്ചപ്പോ തന്നെ പറഞ്ഞു. ചേച്ചി ആസ് എ മ്യൂസിഷ്യൻ മാത്രമല്ല, ചേച്ചി ആസ് എ പേഴ്സൺ വൺ ഓഫ് ദ സ്വീറ്റസ്റ്റ് പീപ്പിൾ ഐ ഹാവ് എവർ മെറ്റ്. താങ്ക് യു. അത് സ്വീറ്റ് ആയിട്ട് അവരെല്ലാം സ്വീറ്റ് ആണ്. വളരെ രഞ്ജിനി എന്ന് പറഞ്ഞാൽ വളരെ ഓപ്പൺ. എനിക്ക് വയ്യ ഇത് സ്വയം അപ്പൊ നമുക്ക് എന്തായാലും മാർക്ക് അറിയാം. അതെ, അപ്പൊ നമ്മുടെ മെന്റേഴ്സിന്റെ മാർക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ടോട്ടൽ 100-ൽ എത്ര മാർക്ക് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഗ്രീഷ്മയ്ക്ക് 91 out of 100. 91 on 100. അതെ, It's a very good score. 100-ൽ 91 ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഇനി ഒരു റൗണ്ട് കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായി പ്രാക്ടീസ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. Okay, thank you so much. Bye. Bye bye. Bye. അവിടെ എന്തെങ്കിലും ഒന്ന് പറയൂ എന്നോട്. അമ്മയുടെ പാട്ട് ഇഷ്ടായോ? വൈകാശി പാട്ട് പാടോ? എന്ത് പാട്ടാ പാടാ? മുറ്റുപൊരാൻ എന്നിട്ടും ചിങ്ങരിക്കാൻ മമ്മനിക്കാൻ ചക്കരക്കൾ നെറ്റിയിലോ പൊട്ടിത്തതായി. എന്താണല്ലോ നല്ല താളം നിശ്ചയുണ്ട്. താളം അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ക്യൂട്ടാണ്. വൈകാശിക്കുട്ടി ഒന്നും തിരിഞ്ഞില്ലെങ്കിൽ എന്തൊരു ക്യൂട്ട്, എല്ലാം മനസ്സിലായി. ഞാനാം പൂമരത്തിൽ മനസ്സിലായില്ല. കുട്ടി പാട്ടും പാടും ഡാൻസ് ചെയ്യും എല്ലാം ചെയ്യില്ലേ. ഇനിയിപ്പോ എന്താ വേണ്ടേ? ശരി, ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്ഡ് ഫാമിലി. Thank you so much, ഗ്രീഷ്മ. അപ്പോ ഇനി അടുത്തത് ഇമോട്ടീവ് റൗണ്ടില് പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് എത്തുന്നു സാൻഡ്ര ശശികുമാർ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ നിഴയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ
വാസന്ത പഞ്ചമി വന്നവൻ മുട്ടി വിളിക്കേ വാതിൽ പൊളി തുറക്കുവാനായി വളയൊച്ചകൾ കേൾപ്പിക്കാതെ ഒരുങ്ങി നിൽക്കും ഞാൻ. ആരുമാരും വന്നതില്ല, ആരുമാരും അറിഞ്ഞതില്ല, ആരുമാരും വന്നതില്ല, ആരുമാരും അറിഞ്ഞതില്ല. ആത്മാവിൽ സ്വപ്നവുമായി കാത്തിരിപ്പു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു. കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ. എങ്ങനെയുണ്ടായിരുന്നു? ടെൻഷനാണോ? പാട്ട് പാടി കഴിഞ്ഞപ്പോഴാണോ ടെൻഷൻ, അതോ പാടുന്നതിന് മുമ്പായിരുന്നു ടെൻഷൻ, അതോ പാടിന്റെ ഇടയ്ക്കായിരുന്നു ടെൻഷൻ? ഒന്ന് ടെൻഷൻ ആക്കിയതാ. ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇത്രയും വലുത്. ഓക്കെ, അപ്പൊ കോമ്പറ്റീഷനിൽ പാടുന്നതിന് ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ പാട്ടിന് ബാധിച്ചോ? അത് ജഡ്ജസിനോട് ചോദിക്കാം. ഔസേപ്പ് ബച്ചൻ സർ, എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണിത് അതെ സർ, ബാബുക്കയുടെ. അതെ. പിന്നെ ജാനകിയമ്മ പാടി തകർത്ത് വെച്ച പാട്ടാണ്. പാടാൻ ബുദ്ധിമുട്ടുള്ള പാട്ടാണ് കേട്ടോ. പാട്ട് സിമ്പിളാണ്, ലൈറ്റ് സോങ് ആണിത്. പക്ഷെ അവര് പാടിയ രീതിയിൽ പാടാൻ പല്ലവി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പാടിയത്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. പിന്നെ മെയിൻ പ്രശ്നം ഈ വൈബ്രേഷൻ വരുന്നത് ടെൻഷൻ കൊണ്ടാണോ, വോയിസിലൊരു ഒരു വിറച്ചിൽ വരുന്നുണ്ട് വിറയില്. സർ അത് ടെൻഷൻ അതാണോ എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുണ്ടോ? ഇല്ല സർ, വെറുതെ ഇരിക്കുമ്പോ പറയലില്ല. ടെൻഷൻ ഇല്ലാണ്ട് വെറുതെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പല്ലവി മാത്രം മതി, ജസ്റ്റ് നല്ല സ്വീറ്റ് ആയിട്ട് അങ്ങോട്ട്. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു. കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ചേഞ്ച് ഇറ്റ്. ഈ ടെൻഷൻ മാത്രം അവോയ്ഡ് ചെയ്യുക. അടുത്ത റൗണ്ടിൽ ടെൻഷൻ പാടില്ല. ഓക്കെ സർ. പല്ലവി പാടുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് അത് പാടുന്നത്. അതെന്താ ഈ പാട്ടിൽ എന്താണ് പ്രത്യേകത? വൈ യു സെലക്ടഡ് ദിസ് സോങ്? ആക്ച്വലി ഐ സോറി, എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. ഫസ്റ്റ് തിങ്. പിന്നെ ആക്ച്വലി അച്ഛൻ ഇപ്പം 4 വർഷമായി മരണപ്പെട്ടു. പിന്നെ എന്താ പറയുക, അതിനുശേഷം എന്താ പറയുക, ഫുൾ സപ്പോർട്ടായിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡും നാട്ടിലില്ല, ദുബായിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ എപ്പോഴും എന്താ പറയുക ഇങ്ങോട്ട് വരണം എന്നുണ്ട്, പക്ഷേ ലീവ് ഇല്ലാത്തതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ എല്ലാം കൂടി ഒരു ഇമോഷണൽ ആയതുകൊണ്ട് ഞാൻ ഈ സോങ് സെലക്ട് ചെയ്തത്.
ചെറുപ്പത്തിലെ ഞാനും അച്ഛനും ഭയങ്കര കണക്റ്റഡ് ആണ്. വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലും വച്ച പാദസരമേ. അപ്പോ കോവിഡ് വന്നതിന്റെ ശേഷം ആൾക്ക് മാറിയായിരുന്നു. ഞാൻ അന്ന് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഫൈനൽ ഇയർ ആയ സമയത്ത് ഇതേപോലെ ഒരു എക്സാമിന്റെ തലേന്ന് എനിക്ക് തോന്നാം എന്തോ അത് എന്താ ടെലിപ്പതി എന്നൊക്കെ പറയില്ലേ. അപ്പം ഞാനിങ്ങനെ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ഇങ്ങനെ ഉള്ളിൽ തോന്നി എനിക്ക് എന്തോ സങ്കടം വരാൻ പോണു, അങ്ങനെ തോന്നി. അപ്പം ഞാൻ എൻ്റെ അച്ഛനെയാണ് വിളിച്ചത്. അച്ഛൻ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, ഇതൊരു സ്കോളർഷിപ്പ് എക്സാമാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് എനിക്ക് എഴുതണ്ട തോന്നുന്നു, എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു എന്നാ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. അന്നായിരുന്നു ലാസ്റ്റ് അച്ഛനെ ഞാൻ അപ്പൊ ഞാൻ അടുത്ത ദിവസം അപ്പൊ അതൊക്കെ കൂടി ഇങ്ങനെ മനസ്സിലിങ്ങനെ അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഇത്രയും വലിയൊരു സ്റ്റേജിൽ പാടണമെന്ന്. അപ്പം അങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് ആളുമില്ല. അമ്മയാണ് ഞങ്ങളെ നോക്കണത്. അപ്പം അതുകൊണ്ട് ഓക്കെ, നമ്മള് സങ്കടം കരഞ്ഞനെ തീർക്കണം, അല്ലാണ്ട് മാർഗം. ഇവിടെ ഓരോരുത്തരും അച്ഛനെ കൊണ്ടുവരുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്ന് കരയായിരുന്നു. സീരിയസ്ലി അവിടെ ഇരുന്ന് ചിരിക്കണം, പക്ഷെ ഉള്ളിൽ ഞാൻ ഒരുപാട് കരയും. എന്തായാലും അച്ഛൻ ഇപ്പൊ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അവര് വേറൊരു ലോകത്ത് പോയി, പക്ഷെ അവർക്കൊക്കെ നമ്മളെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മളെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ പാട്ടും അച്ഛൻ കേട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. അതല്ലേ നമ്മുടെ വിശ്വാസം. അച്ഛന്റെ ഫോട്ടോസൊക്കെ ഇവിടെ സൈഡിൽ വരുന്നുണ്ട്. 1000 കണ്ണുകളോടെ താഴെ കാണാൻ ഞാനെന്നുമില്ലേ, ആ വിളി കേൾക്കുവാൻ. പക്ഷെ അച്ഛനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലേ വെരി യങ്, 51 കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അതേപോലത്തെ അച്ഛനെയും അമ്മേനെയും ഒക്കെ എനിക്ക് കിട്ടി. ഹസ്ബൻഡിന്റെ വീട്ടിലാണേലും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. ഫാമിലി, ബ്രദർ ആണേലും പിന്നെ ഹസ്ബൻഡ് ആണേലും. അതിൻ്റെ ശേഷം എല്ലാത്തിനും എൻ്റെ കൂടെ. ആ സമയത്ത് കല്യാണം ഉറപ്പിച്ച സമയമായിരുന്നു കുറച്ച്, അപ്പോൾ ഡിലേ ആയി. അപ്പോൾ ആ നേരത്തെ അച്ഛനെ പോലെ എന്നെ നോക്കുന്നു എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ആൾക്കും കൂടി വേണ്ടിയിട്ട്. മോള് നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. താങ്ക് യു സർ. ഈ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതർവൈസ് യു ആർ വെരി ഗുഡ് സിംഗർ. താങ്ക് യു സർ. ഫീൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. വേറെ മാത്രം ഒന്ന് ഈ ടെൻഷൻ എന്ന പോലെ ഇറ്റ് വിൽ ബി ഗുഡ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. പിന്നെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വേദിയിലല്ലേ ഇപ്പൊ മകള് വന്ന് നിൽക്കുന്നത്. അപ്പൊ മകളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് ചിലപ്പോ അച്ഛന് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ചിലപ്പല്ല, എന്തായാലും അച്ഛന് ഇഷ്ടപ്പെടില്ല. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം അച്ഛന് പകരം അച്ഛന്റെ എല്ലാ സ്നേഹവും തന്ന അമ്മ നോക്കുന്നുണ്ട്, അമ്മ സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അച്ഛന്റെ അനുഗ്രഹം എപ്പോഴും ലൈഫിൽ കൂടെ തന്നെയുണ്ട്. ഫിസിക്കലി നമ്മളെ വിട്ടു പോയി എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസൻസ് നമുക്ക് ചുറ്റും ഉണ്ട്. കേട്ടോ സാന്ദ്രക്കുട്ടി, മാം, എന്താണേലും ഇതാണ് ജീവിതം. നമുക്കൊന്നും, നമ്മൾ ആരും ഇവിടെ ഒരുപാട് നാള് ജീവിച്ച് നമ്മൾ ഒത്തിരി വർഷങ്ങൾ, നമ്മൾ 1000 വർഷം നമുക്ക് ആഗ്രഹം ഉണ്ട്, പക്ഷെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഇതാണ് ഒരു പ്രകൃതിയുടെ നിയമം. മോള് പറഞ്ഞ് മനസ്സിലായി. മോള് പാടിയത് നന്നായി പാടിയിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് ചരണമൊക്കെ നന്നായി എടുത്ത് പാടി കേട്ടോ. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. താങ്ക് യു. ഇത് പഹാഡി എന്നുള്ളൊരു രാഗം. കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ
ഇങ്ങനെ പോകുന്നതാണ് പഹാടി. വനാന്തരങ്ങളിൽ പാടുന്ന പാട്ടാണ്, അതുകൊണ്ടാണ് അതിന് പഹാടി എന്ന്. ഇതൊക്കെ പ്രാകൃതമായ രാഗത്തിൽ നിന്ന് വന്ന, അതാണ് അദ്ദേഹം ബാബുരാജ് സാർ അസാധ്യമായിട്ട് കമ്പോസ് ചെയ്തത്. അതെ അതെ. ബാജത മുരളി മുരാരി സുന്ദര ജമുനാ കിനാരെ രസരാസ ഗ്വാല ബാല രസരാസ ഗ്വാല ബാല സംഗമദന പ്യാരേ ബാജത മുരളി മുരാരി സുന്ദര ജമുനാ കിനാരെ. എനിക്ക് പാടാതിരിക്കാൻ പറ്റിയില്ല. ഓ, ഞങ്ങളൊരു ഉമ്മ വന്നോട്ടെ ചേച്ചി. ആണോ? ഓ, ഭയങ്കര രസമുണ്ട് കേട്ടോ. ആ അതെ, പഹാടി അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാഗത്തില് ഇത്രയും രസകരമായിട്ട് ഒരു പാട്ട് അദ്ദേഹം പി ഭാസ്കരൻ സാറിന്റെ MS ബാബുരാജൻ സാറിന്റെ കോമ്പിനേഷൻ മോള് നന്നായിട്ട് പാടി. ഈ വിഷമങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇനി പാടുമ്പോ അച്ഛന്റെ അനുഗ്രഹം ഫുൾ ടൈം ഇട്ടുണ്ട്. ഞാനൊക്കെ 15 വയസ്സിൽ 14 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പോയതാ. അപ്പൊ നിങ്ങളുടെ ഒക്കെ ഫീലിങ്സ് എല്ലാം ഞങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. എനിക്ക് നന്നായി കണക്ട് ചെയ്യാൻ പറ്റും. പാടി വരണമെന്നും വലിയ പാട്ടുകാരിയാവണമെന്നും ഒക്കെ. എന്റെ അച്ഛൻ എന്നെ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് കലൈമാമണി ബിന്നി രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ഹോസ്റ്റലിൽ പഠിക്കാൻ പോയത്. രാവിലെ ബസ് കയറി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇല്ല. 6-7 വർഷം മുമ്പ് തമിഴ്നാടിന്റെ ഇസൈ കലൈമാമണി അവാർഡ് വിത്ത് 5 പവൻ ഇതോടുകൂടി വാങ്ങിച്ചപ്പോ ഈ പറഞ്ഞ പോലെ അച്ഛനെ വിചാരിച്ച് കരഞ്ഞു. ഇതെല്ലാവർക്കും നമുക്കെല്ലാം സംഗീതക്കാർക്ക് നടക്കുന്ന ഒരു വലിയ ഒരു അല്ലേ സാറേ? ആ ശരി മോളെ. ഗോഡ് ബ്ലെസ്. രഞ്ജിനി ചേച്ചി, സാന്ദ്ര ആരെ കുറിച്ച് ഓർത്ത് കരയുന്നു എന്നുള്ളത് എനിക്ക് ഒരിക്കലും കംഫർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വൺ ഓഫ് മൈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പാണ്. അത്രയും സ്ട്രോങ് റിലേഷൻഷിപ്പ് ആയത് കാരണം എനിക്ക് ആ സങ്കടം മനസ്സിലാവും. പക്ഷെ അച്ഛൻ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും ഇന്നിപ്പോ ഇവിടെ വന്നത്. തീർച്ചയായും അല്ലേ? അപ്പൊ യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. ചേച്ചി പറഞ്ഞ പോലെ ഭയങ്കര രസമാണ്. താങ്ക് യു സോ മച്ച്. പേടിക്കാതെ അച്ഛൻ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങ് മനോഹരമായിട്ട് പാടാ. വൺ മോർ തിങ്, യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര രസമായിട്ടുണ്ട് കാണാൻ, ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. കളർ കോമ്പിനേഷൻ ആ ധാവണിയുടെ താങ്കളും ഭയങ്കര ഭംഗിയുള്ള ഒരു കുട്ടി. ഭയങ്കര വന്ന് നിന്നപ്പോ ആദ്യം അത് എനിക്ക് തോന്നിയത്. താങ്ക് യു മാം. ഇത് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് അയച്ചു തന്നതായിരുന്നു ഓണത്തിന്. ഇനി നമ്മള് മാർക്സിലേക്ക് കടക്കാണ്. നമ്മുടെ മെന്റേഴ്സ് എത്ര മാർക്കാണ്? മെന്റേഴ്സ് മാർക്ക് ഇട്ടോളൂ, ജഡ്ജസിനെ അറിയിച്ചോളൂ. ഇനി നമ്മുടെ ജഡ്ജസ് 90-ൽ എത്ര മാർക്കാണ് നൽകുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ ആകെ മൊത്തം 100-ൽ എത്ര മാർക്ക് നമുക്ക് കിട്ടും? നൂറിൽ 91. താങ്ക് യു സോ മച്ച്. നല്ല മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. 191. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു റൗണ്ടാണ് നമുക്ക് ഇനി ബാക്കിയുള്ളത്. നന്നായി പ്രാക്ടീസ് ചെയ്യുക, നന്നായി പെർഫോം ചെയ്യുക. പിന്നെ നേരത്തെ അവര് പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് ഞാൻ കയറുവാണ്. ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ സാരിയുടെ കാര്യം സൗന്ദര്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. വീട്ടില് ഒറ്റ മോളാണോ പെങ്ങന്മാര് അങ്ങനെ ആരെങ്കിലും? എനിക്ക് ഒരു അനിയനാണ്. അനിയനാണോ? അനിയനാണ്. ഓക്കെ ഓക്കെ, മസിലൊക്കെ ഉള്ള അനിയനാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. All the best. Okay, bye. ബൈസെപ്സ് ഉണ്ടോ? കണ്ടോ, ഒരു അടി കിട്ടി. നോക്കണ്ട, ആ ഭാഗത്തേക്ക് നോക്കണ്ട, നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. നമ്മുടെ ഈ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസുകളുടെ ഒരു പെരുമഴ തന്നെയാണല്ലോ. അതെ, നീ തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു. അതെ. അപ്പൊ നമുക്ക് ആ സർപ്രൈസ് ഞാൻ അവരോട് പറയട്ടെ. നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് ആ സർപ്രൈസ് എന്താണെന്ന് അറിയില്ല. അതായത് നമ്മൾ ഇതുവരെ പാടിയവരിൽ നിന്ന് കുറച്ച് പേരുടെ പാട്ടൊക്കെ നമ്മൾ കേട്ടല്ലോ. കുറച്ച് പെർഫോമൻസ് കഴിയുമ്പോ നമ്മള് ആ കൂട്ടത്തിൽ നിന്ന് ഒരു ടോപ്പ് സിംഗറെ നമ്മൾ തിരഞ്ഞെടുക്കും. അതെ, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ഒരാളെ. അപ്പൊ ഇത്ര നേരം പാടിയവരിൽ നിന്ന് ഒരു ടോപ്പ് സിംഗറിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് പോവാണ്. അതാരാണ് എന്നുള്ളത് ഔസേപ്പച്ചൻ സർ പറയില്ലേ? അതിൽ വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മൾ നമ്പർ 1 പുറകിൽ പോയാ
Seat number 1. കൂടുതൽ മാർക്ക് Top 1. ടോപ്പ് 1 രേഷ്മ. Congratulations. രേഷ്മയ്ക്കാണ് ഇത്രയും പേര് പാടിയവരിൽ നിന്ന് 95 മാർക്സ് കിട്ടിയിരിക്കുന്നത്. ടോപ്പാണ്. Top അപ്പൊ ആ ടോപ്പിന് ഒരു ടോപ്പ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ടോപ്പ് ഗിഫ്റ്റ് കൊടുക്കണം. രേഷ്മ വരൂ. നമ്മുടെ ടോപ്പ് സിംഗർ ആയ രേഷ്മയ്ക്ക് നമ്മുടെ സ്പെഷ്യൽ പാർട്ണർ ആയ ലവേസ് നൽകുന്ന സമ്മാനം. താങ്ക് യു സോ മച്ച്. ലവേസിന്റെ ഒരു ഗംഭീര ഗിഫ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കൈഡ് കൊടുക്കാം. ഇപ്പൊ കുറച്ച് വാശിയൊക്കെ വന്നില്ലേ? വാശി വന്നില്ലേ? അപ്പോ നമ്മുടെ ഈ ഫിനാലെ വരെ എത്തണ്ട നമുക്ക് സമ്മാനങ്ങൾ കിട്ടാൻ. ഓരോ റൗണ്ടിലും സമ്മാനങ്ങളുണ്ട് കേട്ടോ. അതെ. ഓക്കെ. അപ്പൊ എന്തായാലും രേഷ്മ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത ദിവസം വരാം. അതെ. ഓക്കെ. അപ്പൊ ബൈ ബൈ. ബൈ. ഗുഡ് നൈറ്റ്.